ഇഞ്ചിക്കറിയാണ് വയ്ക്കാൻ പോകുന്നത്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇഞ്ചിക്കറി വെക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി വളരെ ടേസ്റ്റിയാണ്. അമ്മ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് അതേ രീതിയിലാണ് വെക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഇഞ്ചി ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ആയാലും മതി. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാലും മതി. കൊത്തി അരിഞ്ഞതിനായിട്ട് എളുപ്പം ഇങ്ങനെ കനം കുറച്ച് ചീവി എടുത്തിട്ട് നമുക്ക് വറുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി. ഇങ്ങനെയാണ് അരിയുന്നത്. അത് കട്ടിംഗ് ബോർഡിൽ വെച്ച് ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഏകദേശം ഒരു 250 ഗ്രാം ഇഞ്ചി ഉണ്ടായിരുന്നു. നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നല്ല ഫ്രൈ ആയിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരണം. എന്നിട്ട് അധികം തണുത്തതിന് മുമ്പ് തന്നെ പൊടിച്ചെടുക്കണം. നമുക്ക് ഇഞ്ചിയിലേക്ക് ചേർക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഒരു 7-8 ഒരു 10 ചെറിയ ഉള്ളിയോളം ഉണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഉള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടും. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ കറിവേപ്പില, 2 വറ്റൽ മുളക്, പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി, പിന്നെ ഒരു പിഞ്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഒരുപാട് ഇട്ടാൽ മധുരമായി പോകും, ഒരു ശകലം മതി. നമുക്ക് ആദ്യം ഈ പുളി ചൂടുവെള്ളത്തിലിട്ട് വെക്കാം കുതിരാനായിട്ട്. ഇഞ്ചിയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. കരിയാതെ അങ്ങനെ ഗോൾഡൻ കളറിലാക്കി ഇതെടുക്കണം. ഇഞ്ചി ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചിയെല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. എണ്ണ കുറേ അധികമുണ്ട്. എണ്ണ മാറ്റിയിട്ട് ഇത് ഇഞ്ചി മാത്രമായിട്ട് കോരിയെടുക്കണം. കോരി വേറെ പാത്രത്തിലേക്ക് വയ്ക്കാം. എണ്ണ മാറ്റി വെക്കണം. എണ്ണ അധികം ഇഞ്ചിക്ക് ഉപയോഗിക്കാതെ നല്ല. ഇതിപ്പോൾ എണ്ണ ഒരുപാട് വറക്കാൻ വേണ്ടി കുറച്ച് എണ്ണ എടുത്ത് ഈ എണ്ണ ഇതിനകത്ത് ഒഴിക്കണ്ട. അത് എണ്ണ ഇല്ലാതെ തന്നെ എടുക്കണം. ഇത് അധികം തണുക്കുന്നതിന് മുൻപ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. നമുക്കിത് ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അധികം അങ്ങ് പൊടിയണ്ട, ഒരു ചെറിയൊരു തരിതരിപ്പ് വേണം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതായത് ചെറിയ ഉള്ളി, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ 2 വറ്റൽമുളക്. ഇത് നല്ലതായിട്ടൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഉള്ളിയുടെയൊക്കെ കളറൊക്കെ മാറി വരുമ്പോൾ കുറച്ചുകൂടെ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
അതിനുശേഷം 1 ടീസ്പൂൺ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി. ഇഞ്ചിക്ക് നല്ല എരിവുണ്ടായതുകൊണ്ട് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ചേർത്തത്. ഈ 1 പിഞ്ച് ഉലുവാപ്പൊടി. ഇനി അല്പം കായം ചേർത്ത് കൊടുക്കുക, പിഞ്ച് കായം. നമ്മൾ പുളി പിഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇത് നല്ലതായിട്ട് തിളയ്ക്കണം, പുളിവെള്ളം നല്ലതായിട്ട് തിളയ്ക്കണം. പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം, തിളച്ചൊന്ന് കുറുകി വരണം. അധികം കുറുകണ്ട. നമ്മൾ സദ്യക്കൊക്കെ നമ്മൾ 2 ദിവസം മുന്നേ ഒക്കെയാണ്, 1 ദിവസം മുന്നേ ഒക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഇത് ഇരുന്ന് കുറുകും. ഇത് നമ്മൾ പുറത്ത് വെച്ചിരുന്നാലും ഫ്രിഡ്ജിലാണെങ്കിൽ 1 മാസം വരെയൊക്കെ ഇതിരിക്കും. ഇത് തണുക്കുമ്പോൾ ഒരു കുപ്പി ഭരണിയിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി, അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ. ഞാൻ പുറത്താണ് വെക്കാറില്ല. പുറത്ത് തന്നെ ഇതൊരു 10 ദിവസമൊക്കെ ഇരിക്കും കേടാകാതെ. നമ്മുടെ ഇഞ്ചിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. തിളയൊക്കെ വന്നു. ഇത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം, ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിച്ചിരി കുറവാണ്, ഒരു ശകലം ഉപ്പ് ഇട്ടു. പുളിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. പുളിയും എരിവൊക്കെ കറക്റ്റാണ്. സൂപ്പർ ഇഞ്ചിക്കറിയാണ്. ഇത് ഇഞ്ചിക്കറി മതി, എത്ര ചോറ് വേണേലും കഴിക്കാം. നമുക്ക് ഈ എരിവും പുളിയും ഉപ്പൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ഒരുപാട് ശർക്കര ഇട്ടാൽ മധുരം മുന്നേ നിൽക്കും, ഇഞ്ചിയുടെ രുചിയൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഒരു പിഞ്ച് ശർക്കര ചീവി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഒരു പിഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇഞ്ചിക്കറി വെച്ച് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.